ഓക്കെ, അപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ ക്വസ്റ്റ്യൻ ഞാൻ വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾ നോക്കിക്കോളൂ, നമ്മൾ ക്വസ്റ്റ്യനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ചെറുതാക്കിയെന്ന് വെച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് ചെയ്യാം അല്ലേ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ക്യാപിറ്റൽ ഉണ്ട്. ക്യാപിറ്റൽ പ്ലസ് ക്രെഡിറ്റർ ഈസ് ഈക്വൽ ടു ക്യാഷ് പ്ലസ് ബാങ്ക് പ്ലസ് സ്റ്റോക്ക് പ്ലസ് മിഷനറി. ഇത്രയും കാര്യങ്ങളാണ് അസറ്റ് സൈഡിലുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ലാബിലിറ്റി സൈഡിൽ. ഇതാണ് നമ്മളെ അക്കൗണ്ടിങ് ഇക്വേഷൻ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഏതായിരുന്നു ഒന്നാമത്തെ ട്രാൻസാക്ഷൻ? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് അല്ലേ. ഒന്ന് റീസൈസ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 5 lakh അല്ലേ. 5 ലക്ഷം രൂപയും കൊണ്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഉറപ്പായിട്ടും അത് ബാധിക്കുന്ന 2 ഏരിയയാണ്. ഏതൊക്കെയാണ്? ഒന്ന് ക്യാപിറ്റലും മറ്റൊന്ന് ക്യാഷിനെയാണ് അല്ലേ. സോ നമ്മൾ ക്യാപിറ്റൽ 5 lakh എഴുതുകയാണ്. ഓക്കെ, ക്യാപിറ്റൽ ഞാൻ 5 lakh ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. 5 lakh ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. ക്രെഡിറ്ററെ ബാധിച്ചിട്ടില്ല. ക്യാഷിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 5 lakh വന്നിട്ടുണ്ട്. ബാങ്കിൽ വന്നിട്ടില്ല, സ്റ്റോക്കിൽ വന്നിട്ടില്ല, മിഷനറിയിൽ വന്നിട്ടില്ല. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എഴുതി. ആർ യു ഗൈസ് ക്ലിയർ? പെർഫെക്റ്റ് അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ട്രാൻസാക്ഷനിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് അല്ലേ. 2 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് അഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെ ക്യാഷിനെയും ബാങ്കിനെയാണ്. ക്യാഷിൻ്റെ ബാലൻസ് കുറയണം, ബാങ്കിൻ്റെ ബാലൻസ് കൂടണം. ഇതല്ലേ സംഭവം? ശരി, നമ്മൾ നേരെ വന്നു. ഇവിടെ ബാധിക്കുന്നുണ്ടോ? ക്യാപിറ്റലിനെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. ക്രെഡിറ്ററെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. ക്യാഷിനെ ബാധിക്കുന്നുണ്ട്. എത്രയാ? 2 lakh ഇവിടുന്ന് കുറയണം. അതെവിടെ കൂടണം? ബാങ്കിൽ കൂടണം. വേറെ എവിടെയെങ്കിലും ബാധിക്കുന്നുണ്ടോ? വേറെ എവിടെയും ബാധിക്കുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ടോട്ടൽ ചെയ്യാം. ശരി, ടോട്ടൽ വന്നപ്പോൾ 5 lakh പ്ലസ് 0 ഈസ് ഈക്വൽ ടു 3 lakh പ്ലസ് 2 lakh പ്ലസ് 0 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 5 lakh. രണ്ടിടത്തിലും എന്താണ്? ഈക്വൽ ആണ്. സംശയമില്ലല്ലോ. ഓക്കെ, ഇത് ഈക്വൽ ആണ്. അത് 5 lakh ആണ്. ഇപ്പുറം 5 lakh തന്നെ കിട്ടിയിട്ടുണ്ട്. നോ പ്രോബ്ലം, പെർഫെക്റ്റ് ആണ്. ശരിയല്ലേ? യെസ്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. മൂന്നാമത്തെ ട്രാൻസാക്ഷനിൽ എന്താ പറയുന്നത്? പർച്ചേസ്ഡ് മിഷനറി ഫോർ ഓൺ ക്രെഡിറ്റ് അല്ലേ. കടത്തിന് വാങ്ങി. അപ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്ററിൻ്റെ അളവ് കൂടണം അല്ലേ. മിഷനറിയുടെ അളവ് എന്ത് ചെയ്യണം? കൂടണം. രണ്ടും കൂടണം. ശരിയല്ലേ? വളരെ സിമ്പിൾ. എത്രേൻ്റെ വാങ്ങി? എത്ര രൂപയ്ക്കാണ്? 50,000 രൂപയ്ക്ക് അല്ലേ. സോ ക്രെഡിറ്ററിൻ്റെ ഇവിടെ ബാധിക്കില്ല. ക്രെഡിറ്ററിൻ്റെ അളവ് എന്ത് ചെയ്യണം? 50,000 രൂപ കൂടണം. സോ വിച്ച് ഇസ് ഈക്വൽ ടു ക്യാഷിൻ്റെ പൈസ പോയിട്ടുണ്ടോ? ഇല്ല. പ്ലസ് ബാങ്കിനെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല. സ്റ്റോക്കിനെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല. മിഷനറി എന്ത് ചെയ്തിട്ടുണ്ട്? 50,000 രൂപയുടെ മിഷനറി കൂടിയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? യെസ്, നമ്മളിതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്, ടോട്ടൽ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ലെറ്റ്സ് ഫൈൻഡ് ദി ടോട്ടൽ. എഗെയിൻ 5 lakh പ്ലസ് 50,000 ക്രെഡിറ്ററിൻ്റെ 50,000, ക്യാഷ് 3 lakh തന്നെ, അതിൽ മാറ്റമില്ല. ദെൻ 2 lakh ബാങ്കിലുണ്ട്, സ്റ്റോക്കിൽ വന്നിട്ടില്ല. ദെൻ മിഷനറി 50,000 രൂപ വന്നിട്ടുണ്ട്. വാട്ട് അബൌട്ട് ബാലൻസ്? ഇവിടെ 3 ലക്ഷം, 5 ലക്ഷം, 5,50,000. ഇപ്പറോ 5,50,000. റെഡി അല്ലേ? റെഡി. ദെൻ വാട്ട് അബൌട്ട് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ? നാലാമത്തെ എന്താണ്? നാലാമത്തെ പർച്ചേസ്ഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 40,000 പെയ്ഡ് ബൈ ചെക്ക്. നോക്കിയേക്കണേ. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിനെ ഇത് പോസിറ്റീവായിട്ട് ബാധിക്കും. ശരിയല്ലേ? ബാങ്കിനെയാണോ ക്യാഷിനെയാണോ ഇത് ബാധിക്കുക? ചെക്ക് കൊടുത്താൽ ബാങ്കിൽ നിന്നാണ് പൈസ പോവുക. ബാങ്കിലെ ബാലൻസ് കുറയണം 40,000. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ബാധിച്ചിട്ടില്ല. ബാങ്കിൽ നിന്ന് എത്ര പോയിട്ടുണ്ട്? 40,000 പോയിട്ടുണ്ട്. ഓക്കെ, സ്റ്റോക്കിൽ എത്ര വന്നിട്ടുണ്ട്? 40,000 വന്നിട്ടുണ്ട്. മിഷനറി ആയിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷനേ അല്ല, അവിടെ ഒന്നും ചെയ്യാനില്ല. 0 ഇട്ട് കൊടുത്തു. ലെറ്റ്സ് ഫൈൻഡ് ദി ബാലൻസ്. ഓക്കെ, നമുക്കിതിനെ ബാലൻസ് ചെയ്യാം. എഗെയിൻ 5 lakh ക്യാപിറ്റൽ കിടക്കുന്നുണ്ട്, പ്ലസ് 50,000 കിടക്കുന്നുണ്ട്. ഈസ് ഈക്വൽ ടു 3 lakh പ്ലസ് 1,60,000 പ്ലസ് 40,000
പ്ലസ് 50,000. നമുക്ക് ടോട്ടൽ ചെയ്യാലോ, നമുക്ക് ടോട്ടൽ ചെയ്യാം. 50 ലക്ഷവും 5 ലക്ഷവും 50,000, 5,50,000. ദെൻ 3 ലക്ഷം 4,60,000, 5 ലക്ഷം 5,50,000. പെർഫെക്റ്റ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് അടുത്ത അഞ്ചാമത്തത് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 30,000. ക്രെഡിറ്റർ 50,000 ക്രെഡിറ്റർ ഉണ്ട്, പക്ഷേ നമ്മളിപ്പോൾ 30,000 കൊടുത്തിട്ടുള്ളൂ അല്ലേ. സോ 30,000 രൂപ ക്രെഡിറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല. ബട്ട് ക്രെഡിറ്ററുടെ അളവ് എന്ത് ചെയ്യണം, 30,000 കുറയണം. ദെൻ നമ്മൾ ക്യാഷ് ആയിട്ടാണ്, ചെക്ക് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ബാങ്ക് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. സോ വിച്ച് മീൻസ് ക്യാഷ് ആണ്. ക്യാഷിൽ നിന്ന് 30,000 രൂപ കുറയണം. വേറെ ഒന്നിനെയും ഇത് ബാധിക്കാൻ പോകുന്നില്ല. സോ നമുക്കിതിനെ വൺസ് അഗെയിൻ ടോട്ടൽ ചെയ്യാം. യെസ്, ഞാൻ ടോട്ടൽ ചെയ്യുന്നു. 5 ലക്ഷം പ്ലസ് എത്ര വരിക, 20,000 അല്ലേ. 50,000 30,000 പോയാൽ 20,000 അല്ലേ. ഈസിക്കൽ ടു 3,30,000 പോയിട്ടുണ്ട്, ബാക്കി എത്ര ഉണ്ടാവും, 2,70,000 പ്ലസ് 1,60,000 പ്ലസ് 40,000 പ്ലസ് 50,000. ഓക്കെ, 50,000 ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 2,70,000, 3,70,000, 4,30,000, 4,70,000, 4,80. സോറി, 2,70,000, 3,70,000, 4,30,000, 4,70,000, 4,70,000, 4,70, 50, 5,20. ക്ലിയർ അല്ലേ. സോ ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് 5,20 കിട്ടുന്നുണ്ട്. ശരി, നമുക്കിനി ഒരൊറ്റ ട്രാൻസാക്ഷൻ കൂടിയാണ് ചെയ്യാനുള്ളത്. നമുക്കത് വർക്കൗട്ട് ചെയ്യാം. എന്തായിരുന്നു ആ ട്രാൻസാക്ഷൻ, എന്തായിരുന്നു, എന്താണ് ആറാമത്തെ ട്രാൻസാക്ഷൻ? സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 20,000 ടു ഫോർ എത്ര, 26,000 അല്ലേ. 20,000 രൂപയുടെ ഗുഡ്സ് എടുത്തിട്ട് നമ്മൾ 26,000 വിറ്റു എന്ന് പറഞ്ഞാൽ അത് എവിടെയൊക്കെ ബാധിക്കും മക്കളെ, ഒന്ന് പറഞ്ഞേ. 20,000 രൂപയുടെ ഗുഡ്സ് എടുത്തിട്ട് 26,000 വിറ്റു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? സ്റ്റോക്കിനകത്ത് 20,000 കുറയണം, ശരിയല്ലേ. ക്യാഷിനകത്ത് എത്ര കൂടണം? 26,000 കൂടണം. 6,000 രൂപ എവിടെ പോയി കൂടണം? ക്യാപിറ്റൽ കൂടണം. വെരി ഗുഡ്, സൂപ്പർ. ഇതാണ് സാധനം. ഓക്കെ. സോ നമ്മൾ അടുത്ത് എഴുതാൻ വേണ്ടി പോവാണ്. ക്യാപിറ്റൽ നമുക്ക് അതിൻ്റെ ഓർഡർ തന്നെ എഴുതാം, നേരെ ക്യാപിറ്റൽ പോയി എഴുതുന്നില്ല. ആദ്യം ഇവിടെയൊന്നും ബാധിക്കുന്നില്ല കേട്ടോ, ഇവിടെയൊന്നും ഇത് ബാധിക്കുന്നില്ല. സോ ആദ്യം നമ്മൾ സ്റ്റോക്ക് പോയിട്ട് എന്ത് ചെയ്യാണ്, 20,000 രൂപയുടെ സ്റ്റോക്ക് അങ്ങോട്ട് ഇറക്കി വിറ്റു. അപ്പോൾ നമുക്ക് ക്യാഷ് ആയിട്ട് എത്ര കിട്ടിയിട്ടുണ്ട്? 26,000 രൂപ കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ. മിഷനറിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? നോ. ക്രെഡിറ്റേഴ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. ക്യാപിറ്റൽ ഒരു 6,000 രൂപ കൂടാൻ പോവുകയാണ്. ക്യാപിറ്റൽ ഒരു 6,000 രൂപ കൂടാൻ വേണ്ടി പോവുകയാണ്. സോ നോക്കിക്കണേ, 6,000 രൂപ കൂടിക്കഴിഞ്ഞു. നമുക്കിതിനെ ബാലൻസ് ചെയ്യാം, നമുക്കിതിനെ ടോട്ടൽ ചെയ്യാം. നോക്കിക്കണേ, 5,06,000 അല്ലേ. 5,06,000 പ്ലസ് 20,000. ഓക്കെ, ഈസിക്കൽ ടു 2,96,000 പ്ലസ് 1,60,000 പ്ലസ് 40,000 പ്ലസ് 50,000. ഓക്കെ, ഇവിടെ 40 വരൂല്ലോ അല്ലേ. ഇവിടെ എത്ര വരുള്ളൂ? 20,000 വരുള്ളൂ, ശരിയല്ലേ. അപ്പം നമുക്ക് ടോട്ടൽ നോക്കാം. 1 മിനിറ്റ്. ഓക്കെ, ടോട്ടൽ വരുന്നത് 5,06,20. 5,26,000. ഇവിടെയോ 2,96,1, 3,96,60, 4,56,20, 4,76,20, 4,76, 4,76, 50, 5,26. ക്ലിയർ അല്ലേ, പെർഫെക്റ്റ് അല്ലേ. സോ നമ്മളെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? ഇവിടെ ഈക്വൽ ആണ്. ഓരോ സ്റ്റേജിലും എന്താണ്? ഈക്വൽ ആണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ ഇതിനുള്ളിൽ കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളെ നോളജ് എന്ത് ചെയ്യും? അത്യാവശ്യം കൂടി വരും. ഓക്കെ, അപ്പം ഞാൻ നമുക്ക് ഇങ്ങനെ എടുക്കുന്ന ചില സെഷൻസ് ഞാൻ എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് എഗെയിൻ തരാം. ഞാനിപ്പോൾ ഈ എടുത്തത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതൊന്ന്